ന്യൂസ് ടൈംസിനി മറ്റൊരു വാർത്തയിലേക്കാണ്. അതായത് സംസ്ഥാനത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സംസ്ഥാനത്തിന്റെ ഗതാഗത സൗകര്യങ്ങളെ ഏത് നിലയിലാണ് മെച്ചപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട് കേരളയിൽ നമുക്കറിയാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ ആ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിലായിരുന്നു ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഫീസ് മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ തുറക്കുകയും ചെയ്തു. അങ്ങനെ മെട്രോമാൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുണ്ടോ, ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമോ, അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിവേഗ പാതയ്ക്ക് പുതിയ റൂട്ടുമായി ഇ ശ്രീധരൻ രംഗത്ത് വരികയാണ്. കൊട്ടാരക്കര പത്തനംതിട്ട വഴി നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ഗേജിൽ വരുന്ന ഒരു പദ്ധതി ആണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഈ പാത യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും 56,500 കോടി രൂപയ്ക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുമാണ് ഇ ശ്രീധരൻ പറയുന്നത്. നേരെ പത്തനംതിട്ട പോവാം, പത്തനംതിട്ട നേരെ തിരുവല്ലയിൽ നിന്ന് ടച്ച് ചെയ്തതിന് മുമ്പേ തിരുവല്ലയിൽ നിന്ന് കോട്ടയം, പിന്നെ വൈക്കം, പിന്നെ എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശ്ശൂരിൽ നിന്ന് മുമ്പ് ഞങ്ങൾ ചെയ്യുന്ന കുന്നംകുളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതല്ല, തൃശ്ശൂർ നേരെ അത് മലപ്പുറത്തേക്കാണ് പോവുക. വയ പട്ടാമ്പി മലപ്പുറത്ത് നിന്ന് കരിപ്പൂർ എയർപോർട്ട്, then കോഴിക്കോട്, പിന്നെ കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. ഇങ്ങനെയാണ് 20 സ്റ്റേറ്റ്സ് നിൽക്കുന്നത്. കേരളത്തിന്റെ യാത്രകൾക്ക് അതിവേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഹൈസ്പീഡ് റെയിൽ എന്നത്. പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി സംയുക്ത പദ്ധതിയായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്ഥലം ഏറ്റെടുപ്പ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ സ്ഥലം ഏറ്റെടുപ്പ് പോലെയുള്ള പ്രതിസന്ധികൾ ആണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള യാത്ര അത് ഏതാനും മണിക്കൂറുകളെ, അതായത് 200 കിലോമീറ്റർ സ്പീഡിൽ ആണ് ട്രെയിനുകൾ സഞ്ചരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇതിന് കൃത്യമായ ഒരു കേന്ദ്ര അനുമതിയുണ്ടോ എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് മെട്രോമാൻ്റെ വാർത്താ സമ്മേളനം പ്രധാനപ്പെട്ടതായി മാറുന്നത്. വളരെ പെട്ടെന്നാണല്ലോ ഈ ഒരു പാതയുടെ വിഭാവനം ചെയ്യുന്നത്. അതായത് അനുമോദ്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെയൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നു എന്ന് മെട്രോമാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വാർത്താ സമ്മേളനം നടത്തി കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അനുമോദ് കേൾക്കാമെങ്കിൽ, അതായത് അഭിലാഷ് ചോദ്യം ആവർത്തിക്കാമോ? യെസ്, അതായത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ശ്രീധരൻ്റെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട്. ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നുണ്ട്. അഭിലാഷ്, അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചുരുക്ക വിവരണം നൽകുന്നത് തന്നെയായിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന അലൈൻമെന്റിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ള രണ്ടാമത്തെ ഒരു അലൈൻമെന്റാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് മറ്റ് നേരത്തെ പ്രഖ്യാപിച്ചതിനേക്കാൾ ചിലവ് കുറഞ്ഞ ഒരു പദ്ധതിയായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. 56,500 കോടി രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞിരുന്ന സ്റ്റേഷനിൽ ചിലത് മാറ്റമുണ്ട്. തിരുവനന്തപുരം, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോട്ടയം, വൈക്കം, നെടുമ്പാശ്ശേരി, തൃശ്ശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. ഇങ്ങനെയാണ് ആ സ്റ്റോപ്പുകളുടെ ആ പട്ടികയുള്ളത്. ഇതിൽ പലയിടങ്ങളിലും ഇതുവരെ ട്രെയിൻ സർവീസ് ഇല്ലാത്ത മേഖലകളാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ഹൃദയത്തിലൂടെ കരിപ്പൂർ വിമാനത്താവളം വഴി കടന്നു പോകുന്ന റെയിൽപാത എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 3 വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ റെയിൽപാതയുടെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. 180 കിലോമീറ്റർ വേഗതയിലായിരിക്കും ട്രെയിൻ പോവുക. അതിലേറ്റവും പ്രധാനം
8 കോച്ചുകളുള്ള ട്രെയിനുകൾ, അതും പ്രധാനപ്പെട്ട പീക്ക് അവേഴ്സിൽ രാവിലെ 6 മുതൽ 10 വരെ അരമണിക്കൂർ വീതം, അരമണിക്കൂർ ടൈം ഇൻ്റർവെല്ലിലും ഇടവേളയിലും, 10 മുതൽ 4 വരെ 1 മണിക്കൂർ ഇടവേളയിലുമായിരിക്കും ട്രെയിൻ ഉണ്ടാവുക. ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു പദ്ധതിയായിട്ടാണ്. അതായത് ടിക്കറ്റ് നിരക്ക് നിലവിലെ ഇത് കണക്കനുസരിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 780 രൂപ മാത്രമേ ആവുകയുള്ളൂ. തിരുവനന്തപുരം കോഴിക്കോട് 640 രൂപ മാത്രമേ ആവുകയുള്ളൂ. തിരുവനന്തപുരം കൊച്ചി 440 രൂപ. അതും വളരെ ചുരുങ്ങിയ വേഗത്തിൽ ഒരു ബസ് നിരക്കിനേക്കാൾ ചുരുങ്ങിയ നിരക്കിൽ ഇവിടേക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു കണക്കുകൂട്ടലാണ് അദ്ദേഹത്തിനുള്ളത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്ഥാപിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുക. അതിൽ 51% ഓഹരി കേന്ദ്രത്തിനും 49% ഓഹരി സർക്കാരിനുമായിരിക്കും ഉണ്ടാവുക. 70% ഈ പദ്ധതിയുടെ ചെലവിൽ 70% സർക്കാർ കണ്ടെത്തും. ബാക്കി 30% പുറമേ നിന്ന് ബോണ്ടുകളിലൂടെയും കടപ്പത്രങ്ങളിലൂടെയും കണ്ടെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന് അനുവാദം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം വാക്കാൽ പറഞ്ഞത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ ഒരു പദ്ധതി അതിൻ്റെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന് അനുവാദം ലഭിക്കാത്തത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുവാദം ലഭിക്കാത്തതിൻ്റെ കാരണം സംസ്ഥാന സർക്കാർ RRTSന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചതാണ് എന്നുള്ളതാണ്. RRTSന് വേണ്ടി കത്തയച്ച സാഹചര്യത്തിലാണ് ഈ ഒരു ഹൈസ്പീഡ് റെയിൽവേക്ക് അനുവാദം ലഭിക്കാത്തത് എന്നൊരു വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഏറെ വൈകാതെ കേന്ദ്രത്തിൻ്റെ അനുവാദം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്ത് BJP സർക്കാരാണ് വരുന്നതെങ്കിൽ വളരെ വേഗത്തിൽ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നും പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദമില്ലാത്ത സർവേ നടപടികൾക്ക് കേന്ദ്രത്തിന് അനുവാദം നൽകാൻ സാധിക്കും. പക്ഷേ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പങ്കാളിത്തമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സർവേ നടപടികളും മറ്റും തുടങ്ങുവാൻ കേന്ദ്രത്തിൻ്റെ അനുവാദം മാത്രം മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഈ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മളൊക്കെ ഉന്നയിക്കുന്നത് അനുവാദമില്ലാതെയാണോ ഈ ഒരു സർവേ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങൾ മറുപടി കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ട് കേന്ദ്രം ഇത് പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് താൻ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേന്ദ്രം ഇത് പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ നടപടികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഈ ശ്രീധരൻ്റെ വിശദീകരണം. അതാണ്, അതായത് ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകുന്നത് ഈ ഒരു പ്രൊജക്ട് നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കും. അതിനുശേഷം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം സംസ്ഥാന സർക്കാർ കൂടി, അതായത് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതനുസരിച്ച് 56,000 കോടി രൂപ എന്നതാണ്. അത് ഇത്രമേൽ വലിയൊരു സ്വപ്ന പദ്ധതിക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നുവെങ്കിൽ അതൊരു വലിയ തുക അല്ല എന്നത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് പല പദ്ധതികളും പ്രാവർത്തികമാകാറുള്ളത്. ഒരു പക്ഷേ സാധാരണ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ചില പെർസെൻറ്റേജ്, ഒരു പ്രൊജക്റ്റ് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക, അതായത് ഒരു നിശ്ചിത പെർസെൻറ്റേജ് കൂടാം കുറയാം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതൊരു പക്ഷേ ഒരു 20%, 25% ഒക്കെയാണ് ഏറ്റവും കൂടുതലായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം കൊങ്കൺ പാതയടക്കം ഉദ്ദേശിച്ച സമയത്തേക്കാൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ചെലവ് ഉദ്ദേശിക്കുന്ന ബജറ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഡൽഹി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുമൊക്കെ അത് കണ്ടതാണ്. അത്തരത്തിൽ ആണ് ഈ മെട്രോമാൻ എന്ന ഒരു വിളിപ്പേര് പോലും ഈ ശ്രീധരന് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു അനുഭവ സമ്പത്തിൽ കൂടി നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ സർവേ നടത്തുന്നത് എന്നാണ്. അപ്പോൾ വലിയ തോതിലൊന്നും പണം അഴിമതിയായി നഷ്ടപ്പെടാതിരിക്കുകയോ വലിയ തട്ടിപ്പുകളൊന്നും നടത്താതിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ ഈ തുകയ്ക്ക് ഈ പ്രൊജക്റ്റ് പൂർത്തിയാകുമോ എന്നതൊക്കെ കണ്ടറിയണം. അതിനപ്പുറത്ത് വലിയ തുക മുടക്കേണ്ടി വരുമോ എന്നതിലും വ്യക്തതയില്ല. എന്തു തന്നെയാണെങ്കിലും ഇത്തരം പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.